ഹലോ ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ശ്രീകാന്തോ എന്ന ബംഗാളി വെബ് സീരീസിൻ്റെ 3-ാമത്തെ എപ്പിസോഡ് വീഡിയോ ആണ്. ഇതിൻ്റെ മുമ്പത്തെ വീഡിയോസ് കാണാത്തവർക്ക് വേണ്ടി വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്ലേസ് ചെയ്യാം. അപ്പോൾ നമുക്കൊട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ 2006 നായകൻ്റെ കുട്ടിക്കാലമാണ് കാണിക്കുന്നത്. ആ സമയം നായകൻ രാജ്ലോക്കി തല്ലിയതിൻ്റെ പേരിൽ ആ വിഷമമെല്ലാം തൻ്റെ സുഹൃത്തായിട്ടുള്ള ഇന്ദ്രബയ്യയോട് തുറന്നു പറയുന്നു. എന്നാൽ ഇന്ദ്രബയ്യ തെറ്റ് നിന്റെ ഭാഗത്താണെന്നും രാജ്ലോക്കിക്ക് അവളുടേതായ തീരുമാനമെല്ലാം എടുക്കാൻ വേണ്ടി അവകാശമുണ്ടെന്നും നിനക്ക് അതിൽ ഇടപെടേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് നായകനെ ഉപദേശിക്കുന്നു. താൻ സ്വന്തം ചേട്ടനെ പോലെ കാണുന്ന വ്യക്തി പറഞ്ഞ കാര്യമായതുകൊണ്ട് നായകൻ അപ്പോൾ തന്നെ രാജ്ലോക്കിയുടെ അടുത്ത് ചെന്ന് മാപ്പെല്ലാം പറയുന്നു. അവിടെ കട്ട് ചെയ്ത് പ്രസന്റിൽ ബോധം നഷ്ടപ്പെട്ട നായകൻ ഹോട്ടൽ റൂമിൽ വെച്ച് കണ്ണു നോക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ആ സമയം തൊട്ടു മുമ്പിലുണ്ടായിരുന്ന പിയാലിയുടെ അസിസ്റ്റന്റ് നീ എന്തുറക്കമാണ് ഉറങ്ങുന്നത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവനെ കളിയാക്കുന്നു. എന്നാൽ ഇത് കേട്ടതും അവൻ അസിസ്റ്റന്റിനോട് പിയാലി എവിടെ പോയി എന്ന കാര്യമെല്ലാം ചോദിക്കുന്നു. ഉടൻ തന്നെ അവൻ ബീച്ച് സൈഡിലുണ്ടായിരുന്ന പിയാലിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. അവൻ പിയാലിയോട് അവൻ എങ്ങനെയാണ് വീഴാൻ പോകുന്നത് കണ്ടത് എന്ന കാര്യമെല്ലാം ചോദിക്കുന്നു. എന്നാൽ പിയാലി ആ ചോദ്യത്തിനൊന്നും പ്രസക്തിയില്ല എന്ന് കളിയാക്കിക്കൊണ്ട് പറയുന്നു. എന്നാൽ ആ സമയം പിയാലി നിനക്ക് ഇത്രയൊക്കെ പറഞ്ഞിട്ടും എന്നെ മനസ്സിലായില്ലേ എന്ന് അവനോട് ചോദിക്കുന്നു. എന്നാൽ അപ്പോഴും നായകന് അവൾ എന്തിനെ പറ്റിയാണ് പറഞ്ഞത് എന്ന കാര്യമൊന്നും വ്യക്തമാവുന്നില്ല. ഉടൻ തന്നെ പിയാലി നിനക്ക് പണ്ടത്തെ ട്യൂഷൻ ക്ലാസ് എല്ലാം ഓർമ്മയുണ്ടോ എന്ന് അവനോട് ചോദിക്കുന്നു. അപ്പോഴാണ് നായകന് പിയാലിയും രാജ്ലോക്കിയും എല്ലാം ഒരാളായിരുന്നു എന്ന കാര്യമെല്ലാം മനസ്സിലാവുന്നത്. ആ സമയം നായകന് വളരെയധികം സന്തോഷമെല്ലാം ആവുന്നു. അവൻ പിയാലിയുടെ കൂടെ കുറെ നേരം പഴയ വിശേഷങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ആ ബീച്ചിന്റെ തീരത്തോടെ നടക്കുന്നു. അവിടെ കട്ട് ചെയ്ത് നായകനെ ഒരു ഡ്രിങ്ക് എല്ലാം വാങ്ങാൻ വേണ്ടി പറഞ്ഞതിന് ശേഷം അസിസ്റ്റന്റിന്റെ കൂടെ സംസാരിച്ചിരിക്കുന്ന പിയാലിയെയാണ് കാണിക്കുന്നത്. ആ സമയം പിയാലി അസിസ്റ്റന്റിനോട് ക്ലയന്റിനെ എപ്പോഴാണ് മീറ്റ് ചെയ്യേണ്ടത് എന്ന കാര്യമെല്ലാം ചോദിക്കുന്നു. മീറ്റിംഗ് 7 മണിക്ക് ഹോട്ടൽ ഗാലക്സിയിലെ സ്വിമ്മിംഗ് പൂളിൽ വെച്ചാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്ന കാര്യമെല്ലാം പറയുന്നു. എന്നാൽ ഇത് കേട്ടതും പിയാലി എന്തൊക്കെ സംഭവിച്ചാലും നായകനെ ആ സമയം ആ ഹോട്ടലിലേക്ക് വരുത്താൻ പാടില്ല എന്ന് അസിസ്റ്റന്റിനോട് ഉറപ്പുവരുത്താൻ വേണ്ടി ആവശ്യപ്പെടുന്നു. അസിസ്റ്റന്റ് തനിക്ക് വർക്ക് എത്തിക്സ് എല്ലാം നന്നായി അറിയാമെന്നും അതുകൊണ്ട് പിയാലിയോട് ധൈര്യമായി പോയിട്ട് വരാനെല്ലാം പറയുന്നു. അവിടെ കട്ട് ചെയ്ത് ഈവനിങ്ങിൽ ഗ്ലാമറസ് ആയിട്ടെല്ലാം ഡ്രസ് ചെയ്തുകൊണ്ട് പൂളിലേക്ക് പോകുന്ന പിയാലിയെയാണ് കാണിക്കുന്നത്. എന്നാൽ ഇതേ സമയം പിയാലിയുടെ അസിസ്റ്റന്റ് നായകൻ ആ ഹോട്ടലിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി അവനെ അവളുടെ കൂടെ ഒരു ബാറിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അവിടെ എത്തിയത് നായകൻ പിയാലി എന്താണ് ബാറിലേക്ക് വരാതിരുന്നത് എന്നുമെല്ലാം അസിസ്റ്റന്റിനോട് ചോദിക്കുന്നു. എന്നാൽ അവൾ പിയാലിക്ക് ഒരു മീറ്റിംഗ് ഉണ്ടെന്നും അതുകൊണ്ടാണ് പിയാലി വരാത്തത് എന്നുമെല്ലാം നായകനോട് കള്ളം പറയുന്നു. കുറെ സമയം അവർ രണ്ടുപേരും കൂടി പഴയ കഥകളെല്ലാം പറഞ്ഞുകൊണ്ട് അവിടെ വെച്ച് മദ്യപിക്കുന്നു. എന്നാൽ അതിനിടയിൽ വെച്ച് നായകൻ അവളോട് നീ പിയാലിക്ക് വേണ്ടി എന്ത് ജോലിയാണ് ചെയ്യുന്നത് എന്ന കാര്യമെല്ലാം ചോദിക്കുന്നു. എന്നാൽ ഇത് കേട്ടതും അവൾ താൻ പിയാലിയുടെ അസിസ്റ്റന്റ് ആണെന്നും അവരുടെ അപ്പോയിന്റ്മെന്റ്സ് എല്ലാം ഷെഡ്യൂൾ ചെയ്യുന്നത് താനാണ് എന്നുമെല്ലാം നായകനോട് പറയുന്നു. ഇത് കേട്ടതും നായകൻ പിയാലി എന്ത് ജോലിയാണ് ചെയ്യുന്നത് എന്നുമെല്ലാം അസിസ്റ്റന്റിനോട് ചോദിക്കുന്നു. താൻ പെട്ടു എന്ന് മനസ്സിലായ അസിസ്റ്റന്റ് തന്ത്രപൂർവ്വം വിഷയമെല്ലാം മാറ്റുന്നു. അവിടെ കട്ട് ചെയ്ത് പിയാലിയെയാണ് കാണിക്കുന്നത്. പിയാലി പൂളിലുള്ള തൻ്റെ ക്ലയന്റിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി മീറ്റിംഗ് എന്ന പേരിൽ പൂളിലിറങ്ങി തൻ്റെ ഡ്രസ്സെല്ലാം മാറ്റിയ ശേഷം ആ ക്ലയന്റിന്റെ കൂടെ അവിടെ വെച്ച് പരിപാടിയെല്ലാം നടത്തുന്നു. അവിടെ കട്ട് ചെയ്ത് നമ്മുടെ നായകനെയാണ് കാണിക്കുന്നത്. അവൻ അസിസ്റ്റന്റിനോട് തൻ്റെ ഒരു സുഹൃത്ത് ഇവിടുത്തെ ഹോട്ടലിലെ മാനേജറാണെന്നും അവനെ മീറ്റ് ചെയ്യാൻ പോകണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങാനായി ഒരുങ്ങുന്നു. എന്നാൽ ഇത് കേട്ടതും അസിസ്റ്റന്റ് ഏത് ഹോട്ടലിലെ മാനേജറാണ് എന്ന കാര്യമെല്ലാം തിരക്കുന്നു. എന്നാൽ അവൻ ഹോട്ടൽ ഗാലക്സിയിലെ മാനേജറാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും വേഗം തന്നെ ഇറങ്ങിപ്പോകുന്നു. അവിടെ കട്ട് ചെയ്ത് തൻ്റെ സുഹൃത്തിൻ്റെ കൂടെ ആ ഹോട്ടലിൻ്റെ ഫസ്റ്റ് ഫ്ലോറെല്ലാം ചുറ്റിക്കാണുന്ന നായകനെയാണ് കാണിക്കുന്നത്. ഈ സമയം താഴത്തെ റൂമിൽ നിന്നും ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് പോകുന്ന പിയാലി നായകനെ കാണാനിടയാവുന്നു. എന്നാൽ അവൾ നായകൻ കാണാതിരിക്കാൻ വേണ്ടി വേഗം തന്നെ റിസപ്ഷൻ ക്രോസ് ചെയ്ത് കടന്നു പോകാൻ വേണ്ടി ശ്രമിക്കുന്നു. ആ സമയം നായകൻ ചെറുതായിട്ടെല്ലാം പിയാലിയെ നോട്ടീസ് എല്ലാം ചെയ്യുന്നു. എന്നാൽ അവന് അസിസ്റ്റന്റ് പിയാലി മീറ്റിംഗിലാണ് എന്ന് പറഞ്ഞതുകൊണ്ട് അവൻ അതൊന്നും കാര്യമായി എടുക്കുന്നില്ല. ഇത്രയും കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഈ സീരീസിൻ്റെ ബാക്കി വീഡിയോസിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.